അയ്യോ. എടാ, ഒരു വീട്ടിൽ കള്ളം കയറിയ നിലവിളിക്കാനുള്ള അവകാശം ഹൗസ് ഓണർക്ക് മാത്രമാണ്. കേട്ടോടാ കള്ള. എടാ, നീ ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമെന്നൊക്കെ എനിക്കറിയാം. ശ്രമിച്ചോ, പക്ഷെ ഒച്ച ഉണ്ടാക്കരുത്. എന്റെ ഉറക്കമെങ്ങാനും പോയാ ഞാൻ പിന്നെ പറഞ്ഞില്ലെന്ന് വേണ്ട. ശരി, നാളെ കാണാം. ചേട്ടാ ചേട്ടാ നീ ഇന്നലെ ഉറങ്ങിയില്ലേ? ചേട്ടാ, എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. ഒന്നി നിന്നെ തുറന്നു വിടണം, അല്ലെങ്കിൽ നിന്നെ പോലീസിനെ ഏൽപ്പിക്കണം. അതല്ലേ നീ പറയാൻ പോന്നെ? എടാ കൊച്ചനെ, പോലീസിന്റെ അടി നിനക്ക് വൈകുന്നേരം കിട്ടിയാ പോരെ? അതുവരയ്ക്കും നമുക്ക് മിണ്ടിയും പറഞ്ഞു ഇരിക്കാം. എനിക്കാണെങ്കിൽ പകരം സമയം പോവാൻ ഭയങ്കര പാടാ. ചേട്ടാ പ്ലീസ്, എന്നെ ഒന്ന് തുറന്നുവിടൂ. ആ മൂലയ്ക്കാ കക്കൂസ് പോയ വർഷം ഞാൻ ഉണ്ടാക്കിയതാ. പിള്ളേര് വരാത്ത കാരണം അത് ഉദ്ഘാടനം ചെയ്തിട്ടില്ല. നിനക്കാ അതിനുള്ള ഭാഗ്യം. പോയി മുക്കിയും വളിയും വിട്ട് അത് ഉദ്ഘാടിച്ചു. ഞാനിപ്പോ വരാം. ചേട്ടാ, അവന് കേറാൻ കണ്ടേ. Yeah, yes. Yeah, yes. എങ്ങനെ ഉണ്ടായിരുന്നടാ കക്കൂസ്? ലുലുമാൽ പോലെ ഇല്ലേ? നല്ല അസൽ ചായ, പാലും പഞ്ചസാരയും ചേർക്കാത്ത എന്റെ സ്വന്തം റെസിപ്പി. ഒന്ന് കുടിച്ചു നോക്ക്. കുറച്ച് ഉപ്പെങ്കിലും ഇടായിരുന്നില്ലേ? എടാ, ഇതൊക്കെ ഇപ്പോഴേ ഒഴിവാക്കിയ ഭാവിയിൽ ഡോക്ടറിന് കൊടുക്കുന്ന കാശ് ലാഭിക്കാം. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു അബദ്ധം കാട്ടുന്നത്. മാത്രമല്ല, ഞാൻ ഇവിടുന്ന് ഒരു വസ്തു എടുത്തിട്ടില്ല, ചേട്ടനെ ഉപദ്രവിച്ചിട്ടുമില്ല. അതുകൊണ്ട് ചേട്ടൻ എന്നെ തുറന്നു വിടണം. ഞാൻ ചേട്ടൻ്റെ കാല് പിടിക്കാം. അതിനൊക്കെ ഞാൻ സമയം തരാം. ഇപ്പൊ നീ പറ, നീ എന്തിനാ എന്റെ വീട്ടിൽ കയറിയത്? ചേട്ടാ, അത് അങ്ങനെ ആലോചിച്ചിട്ടല്ല. നിന്ന് പരുങ്ങാതെ കാര്യം പറയടാ. സത്യം പറഞ്ഞ മനഃപൂർവ്വം അല്ല ഏട്ടാ. പിന്നെ? ഫൈലിൻ കാരണമാണ്. പൈലിയ? ഏത് പൈലി? പൈലി അല്ല ഏട്ടാ, ഫൈലിൻ കൊടുങ്കാറ്റ്. അപ്പൊ നീ കാറ്റത്ത് വന്ന് പുരപ്പുറത്ത് വീണതാണോ? അതല്ല ഏട്ടാ, ഒറീസയിലും ആന്ധ്രയിലും ഫയലിനുണ്ടാക്കിയ ദുരന്തം കണ്ട് എന്റെ മനസ്സ് പെടഞ്ഞു. ഞാനാകെ തകർന്നു പോയി. പിന്നീട് ആഴ്ചകളോളം ഊണും ഉറക്കമില്ലാതെ ഒരു ഭ്രാന്തനെ പോലെ ഞാൻ അലഞ്ഞു തിരിഞ്ഞു നടന്നു. എന്താണ് ഒരു പ്രതിവിധി? അവസാനം ഞാൻ തീരുമാനിച്ചു, ആ പാവങ്ങളെ സഹായിക്കണം. പിന്നീട് ഒരു യാത്രയായിരുന്നു, വലിയ വലിയ വീടുകൾ തേടിയുള്ള യാത്ര. ഒടുവിൽ അതിവിടെ അവസാനിച്ചു.
നീ കൊള്ളാമല്ലോടാ. എന്നാ ഞാൻ ഇനി ഒരു സത്യം കൂടി പറയട്ടെ. ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായപ്പോഴും ഉത്തരാഖണ്ഡിൽ വെള്ളം പൊങ്ങി എല്ലാം നശിച്ചപ്പോഴും ഞാൻ ഇതുപോലെ പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഗംഭീരമായിട്ടുണ്ട്. നീ കഥയെ സിനിമാക്കാർക്ക് കൊടുക്ക്, 8 നില പൊട്ടും. എടാ, നീ ഇതുവരെ ചോറുണ്ടില്ലേ? എന്താടാ, നാവിറങ്ങിപ്പോയോ? ഒന്നിലെന്നെ തുറന്നുവിട്, അല്ലെങ്കിൽ പോലീസിൽ ഏൽപ്പിക്കുക. അല്ലാതെ ഇങ്ങനെ ചെയ്യുന്ന ഭയങ്കര അലമ്പാണ്. ഓ, നിന്റെ പറിച്ചിട്ട് കേട്ടാ ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയ പോലെ ആണല്ലോടാ. ചേട്ടാ, എനിക്ക് പോയിട്ട് വേറെ ജോലിയുണ്ട്. എന്താടാ, വേറെ എവിടെയെങ്കിലും പൈലി അറിയോ? 2 മണി ആയതേ ഉള്ളൂ. നേരെ വിരിട്ടാണ്ടേ നിന്റെ പണി തുടങ്ങാൻ. അതുവരയ്ക്കും നമുക്ക് കുറച്ചു നേരം കൂടെ വർത്താനം പറഞ്ഞിരിക്കാം. ശരി, ഞാൻ നിന്നെ തുറന്നുവിടാം. പക്ഷെ നീ സത്യം പറ, നീ ആരാ, എന്താ, എവിടുന്നാ? എന്റെ പേര് ഹരി. ഹരിശ്ചന്ദ്രൻ എന്നല്ലല്ലോ. നന്നായി. വീട് വീട് അങ്ങ് ദൂരെ. എന്താ നിന്റെ പണി? അങ്ങനെയൊന്നുമില്ല, ഞാൻ എന്ത് പണിയും ചെയ്യും. നിനക്ക് പെയിന്റ് പണി അറിയാവോ? പിന്നെ ഞാൻ പെയിന്റ് ചെയ്താ പിന്നെ ആ വീട്ടുകാർ ആയുഷ്കാലം മൊത്തം എന്നെ വിളിക്കും. നീ അതൊന്നുകൂടെ പറഞ്ഞേ. ഞാൻ ഒരു വീട് പെയിന്റ് ചെയ്താ പിന്നെ അത് പൊളിക്കുന്ന വരെ അവരെന്നെ വിളിക്കും. അയ്യോ, പോലെ ചേട്ടാ, പ്ലീസ് ചേട്ടാ, ഇതിനൊരു പരിഹാരം കാണു ചേട്ടാ. പെയിന്റ് വിരീതേ, നീ ഇത് കണ്ടോ? എന്ത്? ഇത് പെയിന്റാ, ഇതും പെയിന്റാ. ഇവിടെ ചിലരുടെ വിചാരം അവരുടെ ബ്രഷിലെ പെയിന്റേ വൃത്തിക്ക് പിടിക്കുന്ന. അല്ലാന്ന് ഞാൻ തെളിയിക്കാൻ പോവാ. നീ ലീവ് കഴിഞ്ഞ് വരുമ്പോഴേ ചോദിച്ചേ വരാവൂ. അതെന്തിനാ? അല്ലെ വീട് മാറിപ്പോവും. അത്ര ഭംഗിയായിട്ടായിരിക്കും വീടും ഫർണിച്ചറും ഒക്കെ പെയിന്റ് ചെയ്യാൻ പോന്നെ. അതിന് കള്ളപ്പണി അറിയാത്ത 1-ാം തരം പെയിന്റ് പണിക്കാരെ ഞാൻ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. നടന്നല്ലേ? എന്താ തുടങ്ങിക്കോ? എന്ത്? ആദ്യം ആ മേശയും കസാരയും, പിന്നെ ഭിത്തിക്കൽ, പിന്നെ ഓരോരോ മുറിയായിട്ട് തരാം. ചേട്ടൻ നാളെ കളിയാക്കാണോ? നീ അല്ലേ പറഞ്ഞത് നീ ലോകോത്തര പെയിന്റർ ആണെന്ന്? ഞാൻ നിന്റെ മിടുക്കൊന്ന് കാണട്ടടാ. വെറുതെ വേണ്ട, ഞാൻ നിനക്ക് ദിവസം 50 രൂപ വെച്ച് തരാം. അയ്യോ, അത് കുറച്ച് കൂടിപ്പോയില്ലേ? പിന്നെ താമസവും ഭക്ഷണവും ഫ്രീ. എനിക്കൊരു പിണ്ണാക്കം വേണ്ട, എന്നെ തുറന്നു വിട്ടാ മതി. ഞാൻ ഒരു പണി എടുക്കൂല. അങ്ങനെയാണെങ്കിൽ നിനക്ക് വേറെ ഫുഡും അക്കോമഡേഷനും ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. അത് മതി. പോലീസ് സ്റ്റേഷന്റെ നമ്പർ ഇപ്പോഴും 100 തന്നെ അല്ലേടാ? പിന്നെ നിന്റെ കൂടെ വേറെ കള്ളന്മാരുണ്ടായിരുന്നെന്നും അവന്മാർ ഈ വീട്ടിൽ നിന്ന് 5 ലക്ഷം രൂപയും 100 ഭവനും അടിച്ചു മാറ്റിയെന്ന് ഞാനൊരു തൂവെള്ള കടലാസിൽ പരാതി എഴുതി കൊടുക്കും. ചേട്ടോ, ഇനി എല്ലാം നിന്റെ ഇഷ്ടം. 50 രൂപയും കഞ്ഞിയും പയറുമാണോ വേണ്ടതെങ്കിൽ അതങ്ങനെ. ഗോതമുണ്ടയും ഗരുഡൻ തൂക്കുമാണ് വേണ്ടതെങ്കിൽ അങ്ങനെ. ചേട്ടാ, ഒരു മിനിറ്റത്തേക്കൊന്ന് തുറക്കൂ. എന്തിനാ? ചേട്ടാ, അതെ, ബാത്റൂമിൽ വെള്ളമില്ല. സത്യം. ഒരു മിനിറ്റ്.
എടാ ചെറുക്ക, നിനക്ക് തുണി മാറുന്ന സ്വഭാവമുണ്ടെങ്കിൽ ആ അലമാരിയിൽ എൻ്റെ മക്കളുടെ പഴയ ട്രൗസറും കുപ്പായവും ഒക്കെ ഉണ്ട്. നിനക്ക് ചേരുന്നത് നീ തപ്പിയെടുത്തു. പോകുമ്പോൾ ഞാൻ അതിൻ്റെ വാടക കൂലിന്ന് കുറച്ചോളാം കേട്ടോ. അണ്ടർവെയറിന് വാടകയുണ്ടോ? അത് ഫ്രീ. One, two, three, four. Do it again. ഇതാരുടെ ഗിറ്റാറാ ഏട്ടാ? അതെൻ്റെ മൂത്ത മകൻ്റെയാ. അപ്പോ ഗിറ്റാറിസ്റ്റ് ആയിരുന്നല്ലേ? അതെനിക്കറിഞ്ഞൂടാ. പക്ഷെ നാട്ടുകാർ അവനെ എന്തിനെങ്കിലും തല്ലിയിട്ടുണ്ടെങ്കിൽ അത് ഇത് വായിക്കുന്നതിന്. നീ അതെടുത്ത് വായിക്കല്ലേ, എൻ്റെ മൂത്ത മോൻ വന്ന് നാട്ടുകാർ വിചാരിക്കും. അപ്പൊ വായിക്കണ്ടല്ലേ?